ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയത് ജൈൻസ് കോസ്വേയും അതുപോലെ ഡൺലോസ് കാസിലും ആയിരുന്നു. അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഈ വീഡിയോയും. ഇതിൽ നമ്മൾ ഡാർക്ക് ഹെഡ്ജസും അതുപോലെ ടൈറ്റാനിക്, ബെൽഫാസ്റ്റ് ടൈറ്റാനിക് മ്യൂസിയവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ. നമ്മൾ ഡാർക്ക് ഹെഡ്ജസിൻ്റെ അവിടെ അതേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡാർക്ക് ഹെഡ്ജസിൻ്റെ അവിടെ വന്ന് ഗൈഡ് പിന്നാലെ വന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഗൈഡിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ 25 മിനിറ്റ് സമ്മതിച്ചിട്ടുള്ളൂ. അപ്പോൾ പോയി ഫോട്ടോ എടുക്കാം, തിരിച്ചു വരാം, അങ്ങനെയൊക്കെ. എല്ലാവരും ഗൈഡിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ മരങ്ങൾ കണ്ടു ഗൈസ്. ഇതാണെന്ന് തോന്നുന്നു. ഇനിയായിരിക്കും. റോഡൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഈ വഴിക്ക് വണ്ടികൾ വിടത്തില്ല. ഇതിലെ നടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഉണ്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലുള്ള ആ മരങ്ങളും കാര്യങ്ങളും. ഈ മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കളറാണ്. അതുപോലെ മാക്സിമം 150 വർഷം വരെ ഈ മരത്തിൻ്റെയൊക്കെ ആയുസുള്ളൂ. പക്ഷേ ഇവിടെ നിൽക്കുന്ന മരങ്ങൾ 70 കണ്ടേ ഉള്ളൂ ഇനി ബാക്കി. പക്ഷെ അത് 300 വർഷം പഴക്കമുള്ളതാണ് എന്നാണ് ഗൈഡ് പറഞ്ഞത്. അത്രയും, അതായത് 150 വർഷം മാക്സിമം ആയുസുള്ള മരങ്ങൾ ഇവിടെ നിൽക്കുന്നത് 300 വർഷം ഉള്ളതാണ്. കാരണം ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയോ അങ്ങനെ എന്തൊക്കെയോ ആണ്. അതുകൊണ്ടൊക്കെയാണ് ഇത്രയും കാലം ഈ മരങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നത്. ഗൈഡ് നമ്മുടെ മുന്നിൽ പോകുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇതെന്തോ, സോറി ഗൈസ്, നേരത്തെ കണ്ട മരമല്ല നമ്മൾ ഉദ്ദേശിച്ച മരം. നേരത്തെ കണ്ട മരം ആ മരങ്ങളാണ്. നമ്മൾ ഉദ്ദേശിച്ച മരം ഈ മരമാണ്. ഇതാണ് ആ വഴി. കണ്ട, വെള്ള കളറിലുള്ള കുറേ മരങ്ങളുള്ള വഴി. അങ്ങനെ ഡാർക്ക് ഹെഡ്ജസ് കണ്ടില്ലേ. നമുക്ക് സമയമില്ല, അടുത്ത ടൈറ്റാനിക്കിൻ്റെ അവിടേക്ക് പോകാം. അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമയമുള്ളത്. ടൈറ്റാനിക്കിൻ്റെ റെക്കും അതിൻ്റെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈഡ് എല്ലാവരെയും ഓടിച്ച് ബസ്സിൽ കയറ്റി നമുക്കും ഓടിപ്പോയി ബസ്സിൽ കയറാം. 2:05 തിരിച്ചു പോകുന്ന പറഞ്ഞത്. 2 മണിയായി. അപ്പം ഇനി ടൈറ്റാനിക്കിൻ്റെ അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ പോണ വഴിക്ക് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതും കാണിച്ചാൽ. Just where those steel or iron poles are directly in front of you, that's where the Titanic sat for 2 years. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം, ഉറക്കത്തിന് ശേഷം ടൈറ്റാനിക്കിൻ്റെ അവിടെ എത്തി. ഗൈഡ് പോയി ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. താങ്ക് യു. ഈ കാണുന്നതാണ് ഗൈസ് ടൈറ്റാനിക് മ്യൂസിയം. കണ്ടോ, ഈ കാണുന്നതാണ് ടൈറ്റാനിക് മ്യൂസിയം. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. നമ്മളോട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഗൈഡ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ പുള്ളി പോയി കളക്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. ഇത് നമുക്ക് ഗൈഡ് കൊണ്ടുപോകണ വഴിക്ക് നമുക്ക് പോവാം. ഗൈഡ് വന്ന് കുറേ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ട് എല്ലാവരും അകത്തേക്ക് പോകണം. ഫോട്ടോഗ്രാഫി അലൗഡാണ്, പക്ഷേ ഫ്ലാഷ് പാടില്ല. അതുപോലെ ഇവിടെയാണ് ടൈറ്റാനിക് കൺസ്ട്രക്ഷൻ നടന്നത്. നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നു ഗൈസ്. കുറേ ഗ്രൂപ്പുകാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് വേറൊരു ഗ്രൂപ്പ്. ഇത് 4 നിലയെങ്ങാണ്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആരോ മാർക്ക് വെച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഇങ്ങനെ പോവുക എന്നാണ് പറഞ്ഞത്. ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് മുങ്ങിയതും അതിൻ്റെ കൺസ്ട്രക്ഷനും ഫുൾ എക്സ്പ്ലനേഷൻ ഉണ്ടാവുമായിരിക്കും. നോക്കാം. അതുപോലെ കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ടൈറ്റാനിക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു ഗൈസ്. നമ്മൾ തന്നെ വായിച്ചു പോകണമല്ല. ഇവിടെ എല്ലാം അന്നത്തെ കാലത്തെ ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. കയറി വരുന്ന സ്ഥലത്തെല്ലാം പഴയ ബെൽഫാസ്റ്റ് എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുന്നതാണ്. കാരണം ഇത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ എല്ലാം കൊടുത്തത് അതാ, പഴയ ബെൽഫാസ്റ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇത്രയും ആൾക്കാർ ഇങ്ങനെ നിന്നിട്ടായിരിക്കും ഷിപ്പിൻ്റെ ഡിസൈൻ ഉണ്ടാക്കിയത്. കണ്ടോ, അതെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഷിപ്പിൻ്റെ ഡിസൈൻ. ക്രെയിനിൻ്റെ കുഞ്ഞ് മോഡൽ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കളിച്ചു നോക്കാം. കണ്ടോ, വർക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇതായിട്ടത് വർക്ക് ചെയ്യണ്ട കൈ. സന്തോഷമായി. ഇനി അടുത്ത സ്ഥലത്ത് പോകാം. ഇവിടെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇതിൻ്റെ ചരിത്രമാണ്. എങ്ങനെ പഴയ ബെൽഫാസ്റ്റ്, അതുപോലെ പ്ലാനിങ് വരെ എത്തിയിട്ടുള്ളൂ. ഇനി ഷിപ്പ് ഉണ്ടാക്കിയതിലേക്ക് പോകണമെങ്കിൽ കുറേ പോകാനുണ്ട്. ഇവിടെ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ആൾക്കാരെ കയറ്റിയിരുത്തി പോകുന്നത്. നമ്മളിപ്പോൾ അതിലേക്ക് കയറി പോവുമായിരിക്കും. നമ്മൾ നടന്ന് വഴിയേറ്റി വന്നതാണോ, എങ്ങനെ ഇവിടെ വന്നു എന്ന് അറിഞ്ഞുകൂടാ. ഇനി
എനിവേ നമ്മളിവിടെ എത്തി. കുറേ ആൾക്കാർ അതിൽ കയറുന്നുണ്ട്. ഇവരും 4 പേർക്ക് ആയിരിക്കും. പുള്ളി ചോദിച്ചു നോക്കാം അതിൻ്റെ സംഭവം. ഇവര് നമ്മുടെ കൂടെ ഉണ്ടായവരാണ്. ഇവര് നമ്മുടെ കൂടെ ഉണ്ടായവരാണ് പുറകിലുള്ളത്. 4 പേര് കൂടുതൽ ആൾക്കാർക്ക് 4 പേർക്ക് ഇരുന്ന് പോകാവുന്ന വണ്ടിയാണ്. നോക്കാം. ഇതാണ് ഗൈസ് വണ്ടി. ഇതാണ്. ഹലോ. Roller. Nobody gets left out, man. So 4 of you, yeah? All guys. Thank you. ഇതാണ് ഗൈസ് വണ്ടി. നമുക്ക് ഫ്രണ്ട് I stood in the front and 2 to the back. ഓക്കെ. നമുക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചില്ല. I was there from the beginning. ഈ സംഭവം കൊള്ളാട്ടെ. ഈ വണ്ടി ആൾക്കാർ കാണില്ല, പക്ഷെ പരിപാടി കൊള്ളായിരുന്നു. ഇങ്ങനെ ചുറ്റി നടന്ന് അതിൻ്റെ പാർട്സ് ഫിറ്റ് ചെയ്യണ കാര്യങ്ങളും ഇതൊക്കെ കാണിച്ചു തന്നു. ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ നടന്നു പോകണമായിരിക്കും. ടൈറ്റാനിക് ലോഞ്ച് ചെയ്ത ഡേ ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. May 31st, 1911. 12:15 ലോഞ്ച് ചെയ്തത്. അതാണ് അവിടെ ക്ലോക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ റെയിലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെയാണ് ടൈറ്റാനിക് ഉണ്ടാക്കിയത്. അതുപോലെ അവിടെ അറ്റത്തെ ഷിപ്പും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഈ സ്ഥലത്താണ് ഹിസ്റ്റോറിക് ഷിപ്പ് ഉണ്ടായ സ്ഥലം. നമ്മൾ നടന്നു തന്നെ വഴിക്ക് ഇവിടെ ഇതാണ് ടൈറ്റാനിക്. പിന്നെ എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ചെറുപ്പം തൊട്ടേ ടൈറ്റാനിക് കാണുന്നു, സിനിമ കണ്ടതൊക്കെ ഉണ്ടാക്കിയ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെയാണ് ഈ വെച്ചാൽ. ടൈറ്റാനിക്കിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മുറി ഇങ്ങനെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ലിവിങ് റൂം പോലെ. ഗ്ലാസ് ഇട്ട് പ്രൊജക്ടറിൽ അവിടെ എന്തൊക്കെയോ കാണിച്ച് 2 പേര് വർത്തമാനം പറയണ പോലെയൊക്കെ കാണിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ റോപ്പൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തൊട്ടൊക്കെ നോക്കാൻ പറ്റും. അന്നത്തെ കാലത്ത് മറ്റേ കാർഗോയും സാധനങ്ങളൊക്കെ ലോഡൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന റോപ്പും കാര്യങ്ങളൊക്കെയാണ്. അതിനൊരുവിധം കുറേ സാധനങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ കാർപ്പറ്റ്സ്, ടൈറ്റാനിക്കിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിരുന്ന കാർപ്പറ്റുകൾ ഒക്കെ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റും. പിന്നെ അവിടെ നിന്നിട്ട് സോഫ്റ്റ് ഫർണിഷിങ്, അവിടെ കുറേ സംഭവങ്ങൾ ഇവിടെ കാണാം. അതുപോലെ പ്ലേറ്റും ഗ്ലാസും കാര്യങ്ങളൊക്കെ ടൈറ്റാനിക്കിൽ യൂസ് ചെയ്തിരുന്ന ആ സാധനങ്ങൾ അതെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. ബെൽഫാസ്റ്റ് ഇവിടെയാണ് ഉണ്ടാക്കിയ സ്ഥലം. ആദ്യത്തെ വോയേജ് തുടങ്ങിയത് സൗത്താംപ്ടണിൽ നിന്ന്, ഇംഗ്ലണ്ടിലെ സൗത്താംപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്കായിരുന്നു ഫസ്റ്റ് വോയേജ്. അതിൻ്റെ ഇടയ്ക്കാണ് ഐസ്ബർഗിലിടിച്ച് മുങ്ങിപ്പോയത്. ക്യാമറയും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കൊഡക് ഫിലിം അത് വെച്ചാണോ ഇനി ഇത് ക്യാപ്ചർ ചെയ്തത്. ഒരു ഷിപ്പിൻ്റെ ഇൻറ്റീരിയർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ട ഷിപ്പിൻ്റെ ഫ്രണ്ട് സൈഡ് പോലെ ഏകദേശം ആ ഷിപ്പിൻ്റെ ഉള്ളിൽ വശം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സൗണ്ട് എഫക്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അവർ. വെള്ളമടിക്കണതിൻ്റെയും അതും ഇതൊക്കെ ആയിട്ട് ഷിപ്പിൻ്റെ ഫ്രണ്ടിൽ നോക്കണ പോലെ. ഇവിടെ ഐസ് വാർണിംഗ് എന്ന് പറഞ്ഞാൽ അന്ന് ഷിപ്പിൽ നിന്ന് വിട്ട മെസ്സേജും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ആ ഒച്ച കേട്ടോ, എല്ലാ സൗണ്ട് എഫക്ട്സും പരിപാടികളൊക്കെ കൊടുക്കുന്നുണ്ട്. കണ്ടോ, എല്ലാ മെസ്സേജുകളും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നു. അതുപോലെ ഇവിടെ ടൈറ്റാനിക് ആ മുങ്ങണേൻ്റെ ഒരു ഭംഗിയുള്ളൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. കാണാൻ കൊള്ളാമല്ലോ. ഇവിടെ മുങ്ങിപ്പോണേൻ്റെ വീഡിയോ. അന്ന് ടൈറ്റാനിക്കിൽ ഉപയോഗിച്ചിരുന്ന ഒരു ലൈഫ് ജാക്കറ്റാണിത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ആരത് ഉപയോഗിച്ചതെന്ന് അറിയില്ല, പക്ഷേ ആകെ ലോകത്ത് ഇപ്പോൾ 12 മാത്രമേ ബാക്കിയുള്ളൂ. 3500 ലൈഫ് ജാക്കറ്റിന് മീതെ ഷിപ്പിൻ്റെ ഉള്ളിലാണ്. ഇത് അന്ന് ടൈറ്റാനിക്കിൽ ആരോ ഉപയോഗിച്ചിരുന്ന ഒരു ലൈഫ് ജാക്കറ്റാണ്. അതിവിടെ ഇങ്ങനെ ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഫുൾ ആരൊക്കെ ട്രാവൽ ചെയ്തു കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 713 പേര് വേറെ സേവ് ചെയ്തു, 1512 പേരെ കാണാതായി. അവരെല്ലാവരുടെയും പേരും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കണ്ട
13% ആൾക്കാരെ മാത്രമാണ് അങ്ങനെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. പാസഞ്ചർ ഡാറ്റാബേസും കാര്യങ്ങളും എല്ലാം ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ സെർച്ച് ചെയ്യാൻ പറ്റുമോ? സെർച്ച് ചെയ്യാനൊക്കെ പറ്റും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആളുകളെ പറ്റിയുള്ള വിവരങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എങ്ങനെ വെള്ളം കത്തേറി എന്നുള്ളതൊക്കെ ഒരു കാണിക്കേണ്ടത് കണ്ടോ. ഫ്രണ്ടിലിടിച്ചിട്ട് പോയത് ഫ്രണ്ടിലിടിച്ചിട്ട് വെള്ളം അകത്ത് കയറിയതും അതുപോലെ ലൈഫ് ബോട്ടിൻ്റെ സംഭവങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാം. കണ്ടങ്ങനെ ബുക്ക് മറിഞ്ഞു വീഴുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് സമയമെടുത്ത് വായിക്കണം. അതൊക്കെ നമുക്ക് 1 മണിക്കൂറോ 1.5 മണിക്കൂറേ തന്നിട്ടുള്ളൂ. ഇവിടെ ടൈറ്റാനിക്കിൻ്റെ വലിയൊരു സ്കെയിൽ ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണ കാണാം. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിഞ്ഞൂടാ. കണ്ടോ, നല്ല വലിയൊരു സ്കെയിൽ റോപ്പിൽ ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണതാണ്. നല്ല ഭംഗിയിൽ ബ്രൈറ്റ്നസ് ഒക്കെ പരമാവധി കൂട്ടിയിട്ട് കാണിച്ചത്. ഇവിടെ ഇപ്പം നമ്മളേത് 3rd ഫ്ലോറിലോ 4th ഫ്ലോറിലെങ്ങാണ്ടാണ്. ഇവിടെ നിന്ന് 2 ഫ്ലോറും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അധികം സമയമില്ല, ഇനി 1/2 മണിക്കൂർ കൂടി ഉള്ളൂ, തിരിച്ചു പോകണം. ഇവരെല്ലാം അറേഞ്ച് ചെയ്ത് കണ്ട് സൂപ്പറായിട്ട് അറേഞ്ച് ചെയ്താണ്. ഇത് കണ്ടോ, ഫുൾ ഡിസ്പ്ലേയും കാര്യങ്ങളും ഷിപ്പും അതും ഇതും എല്ലാം കൂടി അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ടൈറ്റാനിക്കിൻ്റെ ആ ഫ്രണ്ട് വശമുണ്ട്. ഫോട്ടോ എടുക്കുന്നവർക്ക് ഇവിടെ നിന്ന് കണ്ട കൈയൊക്കെ വിരിച്ച് നിന്ന് ഫോട്ടോ എടുക്കാം. പക്ഷെ ആൾക്കാർ ക്യൂ ആണല്ലോ. നമുക്ക് പിന്നെ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് തൽക്കാലം ഡാഡിയുടെ മമ്മിയുടെ എടുത്ത് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ ആണ് ഇവിടുത്തെ ടൈറ്റാനിക് മ്യൂസിയം. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം. ചെന്ന് എനിക്ക് ഫോട്ടോ എടുത്ത് തരാം. ചെല്ലി നല്ല കഷ്ടപ്പെട്ട അവരുടെ ഫോട്ടോ എടുപ്പിന് ശേഷം അവർ താഴെ ഇറങ്ങി. ഫോട്ടോ ഞാൻ സൈഡിൽ കാണിച്ചു തരാട്ടാ. ഓ, ഇതാട്ടോ അവസാനത്തെ സ്ഥലം. പിള്ളേർ ചെവിയിൽ ഇത് വെച്ചാണോ ട്രാൻസ്ലേറ്റർ. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഇത് ഇവരൊക്കെ ചെവിയിൽ അത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെയാണ് ടൈറ്റാനിക്കിൻ്റെ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വിസിറ്റിംഗ് ദ ടൈറ്റാനിക് എക്സ്പീരിയൻസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. അതൊക്കെയാണ് എന്തോ വേറൊരു ലോകത്തിൽ ചെന്ന പോലെ ഇങ്ങനെ വേറൊരു എക്സ്പീരിയൻസ് ആണല്ലോ. ഏതാണ് ആ ഇയർ ഹെഡ്ഫോൺ വെച്ചിരിക്കുന്നത്. നമ്മുടെ എക്സിബിഷനൊക്കെ കണ്ടിറങ്ങി വന്നത് ഒരു ടൈറ്റാനിക് സ്റ്റോറൊക്കെ ഉണ്ട്. ടൈറ്റാനിക്കിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. നമുക്ക് സുവനീറും കാര്യങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം. നമ്മുടെ ഗൈഡ് പറഞ്ഞത് സുവനീർ നമുക്ക് ഫ്രീ ആയിട്ട് തരുമെന്നാണ് പറഞ്ഞത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. H&W എന്ന് പറഞ്ഞ കമ്പനിയാണെന്ന് തോന്നുന്നു ടൈറ്റാനിക് ഉണ്ടാക്കിയത്. ഇവിടെ ടൈറ്റാനിക്കിൻ്റെ കുഞ്ഞു മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതുപോലെ ടീഷർട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ടൈറ്റാനിക് എന്ന് പറഞ്ഞ എഴുതി വാങ്ങാൻ പറ്റും. പക്ഷേ കത്തിയായിരിക്കും മിക്കവാറ്. അതുപോലെ ക്യാപ്പും സാധനങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുണ്ട് ടൈറ്റാനിക്കിൻ്റെയും ബെൽഫാസ്റ്റിൻ്റെ ഒക്കെ. പക്ഷേ 5 പൗണ്ടാണ് പറഞ്ഞത്. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഷിപ്പിൻ്റെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഇവിടെ നിന്ന് നമുക്ക് വേറെ എവിടെ നിന്നെങ്കിലും വാങ്ങേണ്ടതായിരിക്കും നല്ലത്. 5 പൗണ്ടാണ് ഒരെണ്ണത്തിന്. ഈ ടൈറ്റാനിക് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ടൈറ്റാനിക് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ഫോട്ടോസ് ഞാൻ സൈഡിൽ കാണിക്കാം. ഇനി എടുത്ത് 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ. തിരിച്ച് ബസ്സിൽ പോകേണ്ട സമയമായി. അപ്പോൾ ഇനി ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചിട്ട് തിരിച്ച് ബസ്സിൻ്റെ അവിടേക്ക് പോകണം. അതായിരുന്നു ഗൈസ് നമ്മുടെ ഗൈഡ്, ഡ്രൈവർ. ഇതാണ് നമ്മുടെ അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. കറക്റ്റ് 7:45 തിരിച്ചെത്തി. 13 മണിക്കൂർ കറക്റ്റ്. അടിപൊളി ട്രിപ്പായിരുന്നു. 4 സ്ഥലങ്ങളിൽ പോയി. ഡൺലൂസ് കാസിൽ, അതുപോലെ ജൈൻസ് കോസ്വേ, ഡാർക്ക് ഹെഡ്ജസ്, ടൈറ്റാനിക്. 85 യൂറോ പെർ ഹെഡ് വന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ടൈറ്റാനിക്കും അതുപോലെ ഡാർക്ക് ഹെഡ്ജസ് ആയിരിക്കും. മറ്റേ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടാൽ മതി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതായിരിക്കും ബൈ ബൈ.